അടിക്കും ഒരു അടിച്ചു കൊടുത്ത് അടി കൊള്ളാൻ നിൽക്കുകയാണ്. ലേനോരെ അടി ലിയോ കൊള്ളും. ഗുഡ് മോർണിംഗ്, റെജീസ് വേൾഡിലേക്ക് സ്വാഗതം. ഒരു മോർണിംഗ് വ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ലേനോ വെളുപ്പാങ്കാലത്തെ വന്ന് കതവിൽ മുട്ടിയപ്പോൾ ലിയോ ഭയങ്കര വിളിയായിരുന്നു. ലേനോയെ അകത്ത് കയറ്റാനായിട്ട് ഞാൻ കാണിച്ചു തരാൻ വന്ന് കിടക്കണത്. ലിയോയെയും കാണിക്കാം, ലെനോയെയും കാണിക്കാം. ഇതാ കണ്ട ലെനോ 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 എന്ത് അവന് ഫുഡ് കൊടുക്കാനായിട്ടാണ് ഇതേ കണക്ക് കിടക്കുന്നത്. വെളുപ്പാങ്കാലത്തെ വന്നതാണ് ആള്. കതവിൽ വന്ന് കിടന്ന് മുട്ടി കരയുമ്പോൾ ലിയോ അങ്ങോട്ട് തുടങ്ങും കഥ തുറന്നിട്ട് കൊടുക്കാൻ അകത്ത് കേട്ട്. എന്താ ഫുഡ് എന്നാ അവനുള്ള ഫുഡ് മീൻ്റെ തലയൊക്കെ ഇട്ട് ആവിയേറ്റി ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ട് ആവിയേറ്റി വെച്ചിട്ടുണ്ട്. ഇത് അവന് കൊടുക്കാം. വിരവി വെച്ചിരിക്കുന്നു കേട്ടോ, ബിരിയാണി പോലെ വിരവി വെച്ചിട്ടുണ്ട്. അപ്പം ഇത് അവൻ കഴിക്കട്ടെ. അല്ലാതെ ഒന്നും കഴിക്കുമൊന്നുമില്ല. ഇതിൻ്റെ തലയും അതിൻ്റെ പരുവും എല്ലാം ഇട്ട് വിരവി വെച്ചതാണ്. ഇനി അത് കുറച്ച് കഴിച്ചിട്ട് പോവും, പിന്നീടും വരും അവന് തോന്നുമ്പോഴൊക്കെ. ഇന്ന് അപ്പമായിരുന്നു, അപ്പോൾ മുട്ടക്കറിയായിരുന്നു. പിന്നെ ഇത് ഉച്ചക്കലത്തേക്ക് മീനെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്, കണ്ടിച്ചൊക്കെ വെച്ച്. അതുപോലെ മലക്കറി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, മീൻ ഫ്രൈക്ക് അരിഞ്ഞ്. പിന്നെ നമ്മൾ ചോറിനിതാ കറണ്ട് അടുപ്പിൽ അരി കിടന്ന് തിളക്കിയാണ് വേവാറായി. അപ്പോൾ കാപ്പി കുടിയൊക്കെ കഴിഞ്ഞ് മക്കൾ രണ്ടുപേരും കഴിച്ച്. പിന്നെ ഞാൻ ചായ കുടിച്ച്. ഇനി നമുക്ക് ലിയോയ്ക്ക് ഫുഡ് കൊടുക്കാൻ പോവാം. അങ്ങനത്തെ ചായ, മഞ്ഞളിട്ട് മഞ്ഞപ്പൊടി ഇട്ടാണ് കൊടുക്കുന്നത്. എല്ലാവരും കമൻറ്റ് ചെയ്ത് പാലിൽ ഇത് ചിലർ പറഞ്ഞ് മഞ്ഞപ്പൊടി ഇട്ടേ കൊടുക്കാവൂ, ചിലർ പാല് കൊടുക്കരുതെന്ന് പറഞ്ഞ്. ഇത് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നത് പ്രശ്നമല്ല. പാല് കാച്ചി ശകലം ചായയും കൂടെ ചില നേരത്തെ ഒഴിക്കും. ഇപ്പം അവൻ ഇതുവരെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ അതാ മുട്ട പൊരിച്ചത്. ആദ്യം മുട്ട കൊടുക്കൂല, കൊച്ചു പെട്ടെന്ന് കുടിയുമ്പച്ച് മുട്ട തരാം. നല്ല ചായ കുടിക്കും. മഞ്ഞപ്പൊടി ഇപ്പോൾ ഇരശല്യം, അല്ലെങ്കിലും നമ്മൾ ഇര ഇളക്കാനുള്ള ഗുളിക 3 മാസം ആകുമ്പോൾ ഇന്നലെ കൊടുത്തു. ഞാൻ അങ്ങനെ ഇന്നലെ കുടിച്ച്. പാലല്ലേ, കുറൂറ പാല് കാച്ചി കൊടുക്കണതാണ്. ഇല്ല പാത്രം എടുത്താണ് ഇങ്ങേണ്ട ഇത് ഇട്ട് കൊടുക്കട്ട്. അത് കുടിച്ച് തീർന്നിട്ടേ പറ്റുള്ളൂ. കുടിച്ച് കഴിഞ്ഞിട്ടേ മുട്ട കൊടുക്കാൻ പറ്റും. മക്കൾ തിന്നി മുട്ട 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 പൊന്നോ തിന്നി. കുറച്ച് തിന്നോണ്ട് കയറി കൂട്ടി പോയി കിടന്നു. അപ്പോഴവള് മുട്ടാതെ പറഞ്ഞ് ഒപ്പന കളിച്ച്. ഒരു വാവാച്ചികളുണ്ട് 2 എണ്ണം. അയ്യോ ചെയ്തോ ആ പാലും കൊടുത്താണ്ടി വാലെത്തി താഴോട്ട് വെച്ചിട്ട് വാല്. അയ്യോ അവ അടിക്കും ഒരു അടിച്ചു കൊടുത്ത് അവ അടിച്ച്. ഇന്നലെ കഷ്ടം, ഇന്നലെ മോന്തയിൽ അള്ളിക്കൊടുത്തടി. കിട്ടിയാലും അവൻ വീട്ടിൽ പോവും. വാ രണ്ടുപേരും വാ, നമുക്ക് നടക്കാൻ പോവാം. പോ, ഗേറ്റിൻ്റെ അവിടെ പോ. എൻ്റെ മക്കൾ പോ. ഇവ അടി കൊള്ളാൻ നിൽക്കുകയാണ്. ലേനോരെ അടി ലിയോ കൊള്ളും. രണ്ടും കൂടെ കുണ്ടണി. രാവിലെ മുട്ടയും പാലൊക്കെ കുടിച്ചതല്ലേ, അപ്പം ഇവനെ ഒന്ന് ഓട്ടിക്കും. ഓട് കയറി ഓട് ലിയോ, ഓടറാ. വാ, എൻ്റെ അടുത്ത് ഓടാൻ പറഞ്ഞപ്പോൾ കഴപ്പം വന്ന് നിൽക്കണണ്ട. വാ ഓടി വാ. എൻ്റെ കടകളൊന്നും തുറന്നില്ലല്ലോ, എല്ലാം അടച്ചിട്ടേക്കുന്നു. നീ നോക്കായി. എൻ്റെ കടകളൊന്നും തുറന്നില്ല, എല്ലാം അടച്ചിട്ടേക്കാണ്. മുട്ടയൊക്കെ കുടിച്ച് മുട്ടയൊക്കെ തിന്ന് പാലുമൊക്കെ കൊടുത്തപ്പോൾ ഇത്തിരി ഓടിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കണം. വാ പോ
ഒരു ഓടില്ലയോ? ഓട് ഓട്. പേടിച്ചു വന്ന് കിടക്കണേ ലിയോയെ പേടിച്ചിട്ട്. ലെനോ രണ്ടും കൂടെ യുദ്ധമാണ്. പോയി പോയി കാറിൻ്റെ ഇടയിൽ കയറി. രണ്ടാമത് നടന്നതാ വന്ന് കൂട്ടിക്കേറി. എന്താ അതിന് ചെതഞ്ഞ് 4 വാക്കിന് മാറ്റി. ആ കണ്ട കുഞ്ഞെവിടെയെന്ന് വെച്ചപ്പോൾ എവിടെ കാത്തിരിക്കും കോളേജിൽ നിന്ന് വരവും കാത്ത്. ഉണ്ടോ വിളിച്ചപ്പോൾ കിടക്കാൻ പോയ ഓടിച്ചോ? ഇതോ അവള് കൂട്ടിക്കയറി കിടക്കാൻ പോണു. എന്താ ഇതോ കൂട്ടിക്കയറി കാല് അവിടെ തട്ടി. പാവം കഷ്ടം. എൻ്റെ കൊച്ചിനെ നോക്കണുണ്ടോ? അശോകൻ്റെ കണ്ണും. ഇപ്പം മോർണിംഗ് വീഡിയോ ഇത്രയൊക്കെ ഉള്ളു. ബൈ. എന്താ കാണിച്ച ലിയോയാണോ? ലിയോയും ലെനോയും ഞാൻ വിചാരിച്ചു ഇതൊക്കെ തന്നെ അല്ലാതെ പ്രത്യേകിച്ച് എന്തോ ഉണ്ട് ഇവിടെ? പ്രത്യേകിച്ച് ഒന്നുമില്ല. പഴയ വീട്ടിലായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ മിറ്റത്തെങ്കിലും ഉണ്ടെന്ന് പറയാ. ഞാനും ഉണ്ട്, 2 മക്കളും ഉണ്ട്, ഒരു ഡോഗും ഒരു ക്യാറ്റും. ഇത്രയേ ഉള്ളു. ഇല്ലെന്നെ ഇവിടെ പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല. കുറേ കുസൃതികൾ. അത് ചിലർ ചോദിക്കാറുണ്ട് കമന്റിൽ ലിയോയൊക്കെ. ലിയോയുടെ വീഡിയോ ഇടണേ എന്നും പറഞ്ഞുകൊണ്ട് അവൻ്റെ കുസൃതികൾ കാണാനായിട്ട്. ശരി, ബൈ ബൈ ബൈ.